ഏതോട്ടൊക്കെ കപ്പുറപ്പിച്ച് മോഹൻ ബഗാൻ എന്ന് തന്നെ പറയണം. കാരണം അവരുടെ ടീം വളരെയധികം ശക്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫൈനലി ജെയ്മി മക്ലാരനെ അവർ സൈൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു കാര്യം ജെയ്മി മക്ലാരൻ തന്നെയാണ് നമ്മളെ അറിയിച്ചിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാം വഴി. അതിന് മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അതായത് നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. 100 നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്, 100 ലൈക്കാണ് നമ്മുടെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്കൊന്ന് എത്തിക്കുക. മാക്സിമം കാണുന്നവരെല്ലാം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് അടക്കാം. നമ്മൾ പറഞ്ഞു വന്നത് ജെയ്മി മക്ലാരൻ്റെ കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല ഇതിനു മുമ്പ് ഇത്രയും വലിയൊരു പൈസയ്ക്ക് ഏതെങ്കിലും ഒരു താരം ഇന്ത്യൻ സൂപ്പർ ലീഗ് വന്ന് കളിച്ചിട്ടുണ്ടെന്ന്. മാർക്കി താരങ്ങൾ കളിച്ചിട്ടുണ്ടാകാം, പക്ഷേ ഇത്ര വലിയ തുകയ്ക്കായിരിക്കില്ല അവരിവിടെ വന്ന് കളിച്ചിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്കറാണ്. അതോടൊപ്പം 1-2 വർഷത്തേക്കൊന്നും അല്ല ഇതിന് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുന്നത്, 4 വർഷത്തേക്കാണ്. സോ അതുകൊണ്ട് തന്നെ ആയിരിക്കും അദ്ദേഹം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഗ്രെഗ് സ്റ്റുവർട്ട്, പെട്രറ്റോസ്, കമ്മിൻസ്, മക്ലാരൻ, സോ അവരുടെ അറ്റാക്ക് എന്ന് പറയുന്നത് ഭീകരമാണ്, നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ഭീകരമാണ്. പിന്നെ നിങ്ങൾ ചോദിക്കും മിഡ്ഫീൽഡിൽ പ്ലേയേഴ്സ് ഇല്ലല്ലോ, അത് ഫോറിൻ പ്ലേയേഴ്സ് ഇല്ലല്ലോ എന്ന്. അതിൻ്റെ ആവശ്യം അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യൻ പ്ലേയേഴ്സ് അവിടെ കളിക്കാനുണ്ട്. ഇപ്പോൾ അപ്പുയയും കൂടെ അവിടേക്ക് എടുത്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഗ്രെഗ് സ്റ്റുവർട്ട് മിഡ്ഫീൽഡിലേക്ക് വരെയും കളിക്കാൻ കഴിവുള്ളൊരു താരം കൂടിയാണ്. ഇനിയിപ്പോൾ മിഡ്ഫീൽഡിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഉറപ്പായിട്ടും പ്ലേയേഴ്സിനെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരും. നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറ്റിയപ്പോൾ ജോണി കൗക്കിയെ കൊണ്ടുവന്ന കാര്യം. എന്തായാലും ഇനിയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സോ ഒരു ചാമ്പ്യൻ ടീമിൻ്റെ മെൻറ്റാലിറ്റി നമുക്ക് എവിടെ കണ്ടുപഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ കണ്ടുപഠിക്കണം.